പുഷ്പം മാത്രമെന്ന് പൂകുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ഒരു ഗാനം മാത്രമെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ ഒരു പുഷ്പം മാത്രമെന്ന് പൂമുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ഒരു ഗാനം മാത്രമെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഒടുവിൽ നീ എത്തുമ്പോ നൂറ്റാണ്ടുകളുടെ ഗോപുരമണികൾ തകർന്നു വീണ വീഥികൾക്കുമപ്പുറം ഏകാന്തതയുടെ മറുകരയിൽ അപദാനങ്ങൾ ആലേഖനം ചെയ്യാത്ത ശവകുടീരത്തിൽ നിന്ന് ഏഴാഴികളുടെ തിരമാലകൾ ഒരുക്കുന്ന പശ്ചാത്തല ഗീതത്തിന്റെ ഹംസച്ചിറകേറി സുമനസ്സുകളുടെ ഹൃദയ കുടീരങ്ങളിൽ ദിവ്യാമൃതം തളിക്കാനെത്തുന്ന ഗാനഗന്ധർവനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ബാബുരാജിനെ. ഒരു മുറി മാത്രം തുറക്കാതെ ഈ കോഴിക്കോടിന് പഴയൊരു പാരമ്പര്യമുണ്ട്. അത് സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കലാപ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും. ഇപ്പോൾ കോഴിക്കോട്ടെ കലാകാരന്മാർ, നാടകക്കാരായാലും സിനിമക്കാരായാലും ഈ സംഗീതക്കാരായാലും ഒക്കെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് ഞാനൊക്കെ കോഴിക്കോട് വന്ന കാലത്ത് കോഴിക്കോട് വൈകുന്നേരങ്ങൾ വളരെ സജീവമാണ്. അത് കോഴിക്കോട്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് രാത്രി ആവുമ്പോൾ കോഴിക്കോട്ടെ ഈ പ്രാന്തപ്രദേശങ്ങളുണ്ട്, ഈ പള്ളിക്കണ്ടി, കുറ്റിച്ചിറ, കല്ലായിപ്പുഴയുടെ ആ തീരങ്ങളിലുള്ള അവിടെയൊക്കെ മാളിക വീട്, ഈ ഷോപ്പിൻ്റെ അപ്സ്റ്റെയർ, അവിടെ ഇവരൊക്കെ ഒത്തുചേർന്നിട്ട് പല സംഗീത പരിപാടികളും സംഘടിപ്പിക്കും. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന കച്ചവടക്കാർ, സേട്ടുമാരൊക്കെ അവരുടെ പരിചയത്തിൽപ്പെട്ട സംഗീതജ്ഞന്മാരെ കോഴിക്കോട്ട് കൊണ്ടുവരുന്നു. അവരുടെ ഖവാലികൾ, ഗസലുകൾ, അപ്പോൾ അവിടെ ഈ സംഗീതത്തിലെ ഗുരുനാഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സംഗീത പരിപാടികൾക്കായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ബാബുരാജിൻ്റെ പിതാവായ ജാൻ മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം കോഴിക്കോട്ട് വരികയും കോഴിക്കോട്ടുകാരനായി തന്നെ താമസിക്കുകയും ഒക്കെ ചെയ്തു. और राग सब बने बराती, और राग सब बने बराती, और राग सब बने बराती, और
बराती दूल्हा राग बसंत दूल्हा राग बसंत दूल्हा राग बसंत मदन महोत्सव आज सगीर विदा भयो हेमंत और राग सब बन बराती और राग सब बन बराती और राग और राग सब बन बराती दूल्हा राग दूल्हा राग दूल्हा राग बजा बधू दूल्हा राग मदन मोत्सव आज जगीर विदा भयो हेमंत राग सब बन बराती और राग सब बन मम गे रे ग रे राग सब बन बराती सचर गान करत അദ്ദേഹവും കോഴിക്കോട്ടുകാരനായി മാറുന്നു. കോഴിക്കോട്ട് കല്യാണം കഴിക്കുന്നു. അതിലാണ് ബാബുരാജ് ഉണ്ടാവുന്നത്. പക്ഷേ കുട്ടിക്കാലം മുതലേ ബാബുക്കാർക്ക് ഒരു താളബോധം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ പിതാവ് ജലതരംഗം പഠിപ്പിക്കുക. ആ കുട്ടിക്കാലത്ത് തന്നെ ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബിർ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ കാര്യം, സാബിർ ബാബുവിൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അത് ആ ചെറുപ്പത്തിലെ ഒറ്റപ്പെടാനും അനാഥമാവാനോ ഒരു കാരണം അതാണ്. അതേസമയം തന്നെ സംഗീത പരിപാടികൾക്കായിട്ട് കോഴിക്കോട്ട് വന്ന ജാൻ മുഹമ്മദ് കോഴിക്കോട്ട് തൻ്റെ ഭാര്യയുടെ വേർപാടിന് ശേഷം അവിടെ ഇങ്ങനെ നിൽക്കുന്നതിലെന്തോ ഒരു വിഷമം തോന്നി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. കൽക്കത്തയിലേക്കോ ബോംബെയിലേക്കോ ആണ് പോയത്. ഏതോ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്കായിരുന്നിരിക്കണം ആ യാത്ര. അതല്ലെങ്കിൽ നിസ്സഹായനായൊരു പിതാവിൻ്റെ പലായനവുമാവാം. ഏതായാലും ഉത്തരങ്ങൾ പറയാൻ അറിയാതെ, അർത്ഥങ്ങൾ അറിയാതെ ഒരു ബാല്യം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ജീവിതമെന്ന സത്യത്തിലേക്ക്. ആ ഒരു വേർപാട് അപ്പോൾ ബാബുരാജനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാബിർ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് തന്നെ ഉമ്മ നഷ്ടപ്പെടുകയും ഉമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് പിതാവ് എൻ്റെ വേർപാടുണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആണ് വളരെ ഒരു ഒറ്റപ്പെട്ട അനാഥമായ ഒരു ബാല്യം ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ കുഞ്ഞമ്മദ് കയുടെ ഒരു രക്ഷിതാവിൻ്റെ വരവ്.